ചിന്നു ചിന്നു നീ എന്താ ഇവിടെ? മഹി, നിനക്ക് ഈ രാത്രിയിൽ വേറെ പണിയൊന്നുമില്ലേ? ഉണ്ട്. എങ്കി അത് പോയി ചെയ്യാൻ നോക്ക്. ചിന്നു, നീ ഒന്നിങ്ങ് വന്ന. ആരാ ഐശ്വര്യ വിളിച്ചത്? അതാ ലക്ഷറി കാർ ഷോറൂം എന്നാ. എനിക്കറിയാം എന്റെ അർജുൻ സാർ എനിക്ക് ആ കാറ് വാങ്ങിച്ചിരുന്നു. ഞാനിപ്പോ വരാം, ഒരു മിനിറ്റ്. ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. എനിക്കറിയാം എന്റെ അർജുൻ സാർ എനിക്ക് ആ കാറ് വാങ്ങിച്ചിരുന്നു. എഫ്ഐആറിന്റെ കോപ്പി എനിക്ക് വേണം. കൊട്ടാരത്തിലെ CCTV ദൃശ്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. നിങ്ങൾ അടുത്തുള്ള മറ്റേതെങ്കിലും CCTV ദൃശ്യങ്ങൾ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഓ, അങ്ങനെയാണോ? ശരി. പോലീസിനന്ന് പേരിന് ഒരു പ്രതിയെ മാത്രം മതിയായിരുന്നു എന്നാ തോന്നുന്നത്. കുട്ടിയെ എനിക്ക് നന്നായി ബോധിച്ചു. നല്ല പെരുമാറ്റവും നല്ല വിനയവും. ഇവിടെ ചിന്നുവിനെ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു കേട്ടു. പഠിക്കണം, ഇല്ലെങ്കിൽ ചില ജന്മങ്ങളെ പോലെ തലതിരിഞ്ഞു പോവൂ. ജീവിതത്തിൽ അറിവും നേടണം, തിരിച്ചറിവും വേണം. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കലാണ് പെൺകുട്ടികൾ ആദ്യം ചെയ്യേണ്ടത്. അതോടെ എല്ലാം നേടിയെന്ന് വിചാരിച്ചാ അതും അപകടമാണ്. കൊട്ടാരത്തിൽ ആൺപെൺ ഭേദമില്ലാതെ എല്ലാവർക്കും അക്ഷരക്കളരിയിലും ആയുധക്കളരിയിലും മാത്രമല്ല സർവകലയിലും പരിശീലനം കൊടുക്കും. കൂട്ടത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാനും പഴയ കാലത്തെ ഓർമ്മയിൽ വയ്ക്കാനും ഇടയ്ക്കിടയ്ക്ക് നളപാകത്തിൽ പാചകം ചെയ്യാനും പഠിപ്പിക്കും. അടുക്കളയിൽ കയറുന്നവളാകണം പെണ്ണ് എന്ന് നിർബന്ധമുള്ളതുപോലെ. ചിന്നുവിന്റെ പഠനത്തിനുള്ള ഏർപ്പാട് എത്രയും പെട്ടെന്ന് ചെയ്യണം. അതിന് നീ എത്ര സാമ്പത്തികം വേണമെന്ന് പറഞ്ഞാലും ഞാൻ തരും. സാമ്പത്തികമൊന്നും വേണ്ട തമ്പുരാട്ടി, ചിന്നുവിനെ ഞങ്ങൾ പഠിപ്പിച്ചോളാം. ബാക്കിയൊക്കെ നാളെ സംസാരിക്കാം. ശുഭരാത്രി. എന്താ മുഖത്തൊരു ചിരി വരുന്നത് പോലെ? സാധാരണ രാത്രിയില് വാടിത്തളർന്നിരിക്കാറുള്ള ആള് ഇന്ന് നല്ല ചുവന്ന് തൊടുത്ത് സ്മാർട്ടായിട്ടാണല്ലോ ഇരിക്കുന്നത്. അറിഞ്ഞില്ലേ, എന്നെ പഠിപ്പിക്കാൻ പോവാ ഇവിടെ ഉള്ളവര്. ഇപ്പൊ തോന്നുന്നു അന്ന് കാറിന് വട്ടം ചാടിയത് നന്നായി എന്ന്. ഈ രക്തബന്ധത്തിലൊന്നും ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കൂടപ്പിറപ്പ് തള്ളി പറഞ്ഞിട്ടും ആശ്രയമായത് ഈ വീട്ടിലെ ജോലിക്കാരിയും ഡ്രൈവറുവാ. ചിലപ്പോഴൊക്കെ കുറച്ച് കുറുമ്പ് കൂടുതലാണെങ്കിലും ആളൊരു... എന്താണോ ഇവിടെ വട്ടായോ? താനും ചെമ്പരത്തിയും രണ്ടും കൊള്ളാം. ഇയാൾ എന്തിനാ ചിരിക്കുന്നേ?
ചിന്നുവിനെന്നും ചെമ്പരത്തി ഇഷ്ടമാ. ഒത്തിരി 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 ഇഷ്ടമാ. അതോ ചെമ്പരത്തിക്ക് ചിന്നുവിന് ഇഷ്ടാണെന്നാണോ? ഇയാൾക്കറിയോ, ഒന്ന് പൂത്തൊലയാൻ വസന്തത്തെ കാത്തു നിൽക്കുന്നവളല്ല ചെമ്പരത്തി. അതെവിടെയാണോ അവിടെ സ്വയം വസന്തം തീർക്കുന്നവളാ. എന്നെപ്പോലെ. കൊള്ളാലോടെ തന്റെ സാഹിത്യം. സാഹിത്യമല്ല, പാവങ്ങൾക്ക് വേണ്ടി വിരിയുന്ന മണമില്ലാത്ത ചെമ്പരത്തി പൂ പോലെ ഞാൻ പഠിച്ച വലിയ വക്കീലായി പാവങ്ങൾക്ക് വേണ്ടി വാദിക്കും, ഫീസൊന്നും വാങ്ങാതെ. കൊള്ളാം. ഫീസ് വാങ്ങാത്ത വക്കീലാണെങ്കിൽ തന്റെ മുന്നിൽ ഒരു ദിവസം 1000 കേസുകൾ വരും. പിന്നെ കുറച്ചു നാളുകൊണ്ട് തന്നെ പാവങ്ങളുടെ വക്കീലമ്മ എന്ന് പേരെടുക്കുകയും ചെയ്യാം. ഉം. താൻ പഠിക്കണം. തനിക്ക് കൂട്ടായി എല്ലാ സഹായങ്ങളും ചെയ്തേരെ ഞാനുണ്ട്, തന്റെ സാരഥിയായിട്ട്. താൻ വിഷമിക്കൊന്നും വേണ്ട. താനിങ്ങനെ കേസില്ലാ വക്കീലായി നടക്കുമ്പോ 1-2 കേസൊക്കെ ഞാൻ തരാം. ഓ, അങ്ങനെ ആയിക്കോട്ടെ. ചിന്നു ചിന്നു, നീ എന്താ ഇവിടെ? മഹി, നിനക്ക് ഈ രാത്രിയിൽ വേറെ പണിയൊന്നുമില്ലേ? ഉണ്ട്. എങ്കിൽ അത് പോയി ചെയ്യാൻ നോക്ക്. ചിന്നു, നീ ഒന്നിങ്ങ് വന്ന. ഐശ്വര്യ അടുത്ത് വിളിക്കുന്നു, വേഗം ചെല്ല്. പോയിട്ട് വാ, ഇല്ലെങ്കിൽ ഇവിടെ ഈ രാത്രിയിൽ വലിയ ഭൂകമ്പം സംഭവിക്കും. എന്താ, എന്തിനാ എന്നെ വിളിച്ചത്? പുതിയ ആനുകൂല്യങ്ങളൊക്കെ ഇവിടത്തെ വേലക്കാരിക്ക് കിട്ടാൻ പോകുന്നെന്ന് കേട്ടു. ശരിയാണോന്നറിയാൻ ചോദിച്ചതാ. ഇത് ചോദിക്കാനാണോ വലിയ മുതലാളി വിളിച്ചത്? എന്താടി ഒരു പുച്ഛം? ഈ വീട്ടിലെ വലിയ മുതലാളി തന്നെയാടി ഞാൻ. ഇത് പറയാനാണോ വിളിച്ചത്? അല്ല, കാശും പണമൊക്കെ ഉള്ള വീട്ടില് വീട്ടുജോലിക്കാരിയായി നിൽക്കുന്ന സമയത്ത് ചില ഓഫറുകളൊക്കെ കിട്ടും. ചിലര് വീട് വെച്ചുതരാന്ന് പറയും, ചിലര് 2-3 സെന്റ് പ്രമാണം ചെയ്തു തരാന്ന് പറയും. അതുമല്ലെങ്കിൽ ചിലര് പഠിപ്പിക്കാന്ന് പറയും. ഇതൊന്നും കണ്ട് നീ കുളിരാൻ നിൽക്കണ്ട. ഭാവിയിൽ പേരുദോഷം ഉണ്ടാവും. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നീ ഇനി പഠിക്കാനൊന്നും പോണ്ട. അമ്മയെ നോക്കി ഇവിടെയുള്ള വീട്ടുജോലികളൊക്കെ ചെയ്ത് ശേഷിച്ച ജീവിതം അങ്ങനെ അങ്ങ് കഴിച്ചു കൂട്ടിയാ മതി. ഓ, അമ്മയുടെ കാര്യമൊക്കെ ഓർമ്മയുണ്ടോ? സന്തോഷം. ഞാൻ പഠിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ആരുടെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട.